ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളി ആരായിരിക്കും? ശുഭ്മാൻ ഗിൽ വേഴ്സസ് യശസ്വി ജയ്സ്വാൾ. നമുക്കറിയാം, വേൾഡ് കപ്പിന് മുന്നോടിയായി നടക്കുന്ന അവസാന T20 പരമ്പരയായിരുന്നു ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനെതിരെ. അതായത് ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ കളിക്കാൻ അവസരം കിട്ടാതിരുന്ന യശസ്വി ജയ്സ്വാളിൻ്റെ ഒരു മികച്ച കംബാക്ക് തന്നെയായിരുന്നു ഇന്നലെ ഇൻഡോർ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. 5 4-ഉം 6 6-ഉം ഉൾപ്പെടെ 200 സ്ട്രൈക്ക് റേറ്റിൽ താരം അടിച്ചുകൂട്ടിയത് 34 പന്തിൽ 68 റൺസായിരുന്നുവെങ്കിൽ ആദ്യ മത്സരത്തിൽ ജയ്സ്വാളിന് പകരം 11-ലെത്തിയ രോഹിത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ശുഭ്മാൻ ഗിൽ അടിച്ചുകൂട്ടിയത് 12 പന്തിൽ 23 റൺസാണ്. 191 സ്ട്രൈക്ക് റേറ്റിൽ 5 4 ഉൾപ്പെടെയായിരുന്നു ഗില്ലിൻ്റെ നേട്ടം. നമുക്കറിയാം, വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യയുടെ ഓപ്പണിംഗ് പങ്കാളി ആരായിരിക്കും? 2 താരങ്ങളും വളരെ മികച്ച താരങ്ങൾ തന്നെയാണ്. സോ അതിനാൽ തന്നെ കടുകട്ടി പോരാട്ടം തന്നെയാണ് ഇരുവരും തമ്മിൽ 11-ൽ സ്ഥാനം ഉറപ്പിക്കാൻ. അതോടൊപ്പം തന്നെ പുറത്ത് ഇഷാൻ കിഷനുമുണ്ട്. സോ വാശിയേറിയ കോമ്പിനേഷൻ അല്ലെങ്കിൽ വാശിയേറിയ താരങ്ങൾ തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി T20 വേൾഡ് കപ്പിൽ 11-ൽ സ്ഥാനം കിട്ടാൻ നിലവിൽ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാർച്ചിൽ വരാനിരിക്കുന്ന IPL അടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതനുസരിച്ച് യുവതാരങ്ങളുടെ റേറ്റിംഗ് അനുസരിച്ച് അവർക്ക് 11-ലേക്കുള്ള സ്ഥാനം നിശ്ചയിക്കപ്പെടും. നമുക്കറിയാം, ഗില്ല് ഒരു വലങ്കയൻ ബാറ്റ്സ്മാനാണ്. അതോടൊപ്പം തന്നെ യശസ്വി ജയ്സ്വാൾ ഒരു ഇടങ്കയൻ ബാറ്റ്സ്മാനും. ഏറെക്കാലം ഏകദിന വേൾഡ് കപ്പിലടക്കം രോഹിത് ശർമ്മയും ഒരു വലങ്കയൻ ബാറ്റ്സ്മാനാണ്. സോ റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻമാരുടെ കോമ്പിനേഷനായിരുന്നു ഏകദിന ഇപ്പോൾ ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ ഏകദിന ലോകകപ്പിലടക്കം ഇന്ത്യ ഓപ്പണിങ്ങിൽ പരീക്ഷിച്ചത്. എന്നാൽ അഫ്ഗാനിസ്ഥാനെതിരെ T20 പരമ്പരയിലെ 2ാം മത്സരത്തിൽ ജയ്സ്വാൾ 11-ലേക്ക് മടങ്ങിയെത്തിയതോടുകൂടി ആ ഒരു പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തുകൊണ്ട് 2 ഇടങ്കയൻ ബാറ്റ്സ്മാൻമാരുടെ വലങ്കയൻ ബാറ്റ്സ്മാൻമാരുടെ ഒരു കോംബോ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പണിങ്ങിൽ പരീക്ഷിച്ചത്. സോ അതിനാൽ തന്നെ യശസ്വി ജയ്സ്വാളിനെ സംബന്ധിച്ച വെടിക്കെട്ട് സ്ട്രൈക്കറിലുള്ള താരം തന്നെയാണ് ജയ്സ്വാൾ. IPL രാജസ്ഥാൻ റോയൽസിന് നെടുന്തൂണായി ഒരു താരം കഴിഞ്ഞ IPL സീസണിൽ 14 മത്സരങ്ങളിൽ നിന്ന് 625 റൺസാണ് അടിച്ചുകൂട്ടിയത്. 1 സെഞ്ചുറി, 5 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 163 സ്ട്രൈക്ക് റേറ്റ്. ശുഭ്മാൻ ഗില്ലിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ IPL 2023 ശരിക്കും ഒരു ഡ്രീം കംസ് ട്രൂ മൊമെൻ്റ് ആയിരുന്നു ഗില്ലിനെ സംബന്ധിച്ച്. 890 റൺസാണ് താരം നേടിയത്. കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കലാശ പോരാട്ടം വരെ എത്തിച്ച ഒരു നിർണായക പങ്കുവച്ച താരം തന്നെയായിരുന്നു ശുഭ്മാൻ ഗിൽ. 3 സെഞ്ചുറികളായിരുന്നു മുംബൈ ഇന്ത്യൻസ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമുകൾക്കെതിരെ 3 സെഞ്ചുറികളായിരുന്നു താരം കഴിഞ്ഞ സീസണിൽ നേടിയത്. ഇനി ഇരു താരങ്ങളുടെയും അന്താരാഷ്ട്ര T20 മത്സരങ്ങളിലെ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ ഇരു താരങ്ങളും 14 മത്സരങ്ങൾ വെച്ചാണ് അന്താരാഷ്ട്ര T20 കളിച്ചിട്ടുള്ളത്. ഗില്ല് 14 മത്സരങ്ങളിൽ നിന്ന് 335 റൺസ് നേടിയിട്ടുണ്ട്. 1 സെഞ്ചുറി, 1 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 147 സ്ട്രൈക്ക് റേറ്റിൽ ഹൈ സ്കോർ 126 എന്നിങ്ങനെ 335 റൺസാണ് ശുഭ്മാൻ ഗിൽ തൻ്റെ 14 അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നേടിയിട്ടുള്ളതെങ്കിൽ യശസ്വി ജയ്സ്വാൾ 14 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 430 റൺസാണ് നേടിയിട്ടുള്ളത്. ഹൈ സ്കോർ 100 അതോടൊപ്പം തന്നെ 1 സെഞ്ചുറി, 3 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ 159 ജയ്സ്വാളിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ശരിക്കും എന്തുകൊണ്ട് നോക്കുകയാണെങ്കിൽ T20 പോലൊരു ഫോർമാറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തുടക്കം മുതൽ തന്നെ അല്ലെങ്കിൽ പവർ പ്ലേ പോലൊരു വമ്പൻ ഓവറുകളിൽ തന്നെ റൺസ് കയറ്റാൻ പറ്റുന്ന മികച്ച ബാറ്റ്സ്മാൻമാർ 11-ൽ വേണം. സോ അതിനാൽ തന്നെ എന്തുകൊണ്ട് മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള താരം തന്നെയാണ് യശസ്വി ജയ്സ്വാൾ. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗില്ലിൻ്റെ ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് T20 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ 191 അഫ്ഗാനിസ്ഥാനെതിരെ. എന്നാൽ ജയ്സ്വാളിനെ നോക്കുകയാണെങ്കിൽ എന്നാൽ 2ാം മത്സരമാണ് താരം കളിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 200-ന് മുകളിലായിരുന്നു. സോ ഗില്ലിനെക്കാട്ടി വളരെ എഫക്റ്റീവായിട്ടുള്ള സ്ട്രൈക്ക് റേറ്റുള്ള താരം തന്നെയാണ് യശസ്വി ജയ്സ്വാൾ. ഇപ്പോൾ ഇൻഫാക്റ്റ് ഇപ്പോൾ ജയ്സ്വാളിനെ 11-ലേക്ക് പരിഗണിച്ചാൽ പോലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാരണം രോഹിത് ശർമ്മ അല്പം മെല്ലപ്പോക്കിൽ പോയാലും വെടിക്കെട്ട് ഒരു സൈഡിൽ മറ്റൊരു വശത്ത് വെടിക്കെട്ട് തീർക്കാൻ കെൽപ്പുള്ള യശസ്വി ജയ്സ്വാൾ ഉണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. സോ ഇരു താരങ്ങളും 11-ലെ അല്ലെങ്കിൽ വേൾഡ് കപ്പിലുള്ള ടിക്കറ്റ് ഉറപ്പാക്കാൻ പെടാപ്പാട് പിടികടിയുമ്പോൾ വരാൻ പോകുന്ന IPL ഉണ്ട്. നമുക്കറിയാം, IPL ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനാണ് ശുഭ്മാൻ ഗിൽ. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ മെയിൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ് യശസ്വി ജയ്സ്വാൾ. സോ കാത്തിരുന്നാണ് കാണാം ഇരു താരങ്ങളിൽ ആരായിരിക്കും ഇത്തവണ വേൾഡ് കപ്പ് ടിക്കറ്റ് എൻട്രി ഉറപ്പാക്കാൻ പോകുന്നത്.